സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും ധന്യമായ സുപ്രഭാതവന്ദനം. നമ്മുടെ രാഷ്ട്രത്തിൻ്റെയും മാതൃഭൂമിയുടെയും സംസ്കാരത്തിൻ്റെയും സ്ഥിരവും ശാശ്വതവുമായ നന്മയ്ക്കും നമ്മുടെ നാട് എക്കാലവും ലോകത്തിൻ്റെ നന്മയുടെ തലസ്ഥാനമായി തന്നെ നിലനിൽക്കാൻ ഉള്ള പ്രാർത്ഥനയുടെയും രാഷ്ട്രത്തിനു വേണ്ടി നമ്മുടെ കുറച്ച് സമയം, കുറച്ച് ഊർജം, അറിവ്, കുറച്ച് സമ്പത്ത് അത് ഉപയോഗിക്കാനുള്ള പ്രാർത്ഥനയോടുകൂടിയും എല്ലാവരോടും നമുക്ക് പറയാം, രാഷ്ട്രത്തെ ശ്രദ്ധിക്കുക. ഫസ്റ്റ് വി ആർ ഇന്ത്യൻ, സെക്കൻഡ് വി ആർ ഇന്ത്യൻ, തേർഡ് ഓൾസോ വി ആർ ഇന്ത്യൻ, പിന്നെ ഫോർത്ത് എന്തുമാവട്ടെ, ഹിന്ദുവോ ക്രിസ്ത്യനോ മുസ്ലിമോ ലെഫ്റ്റിസ്റ്റോ റൈറ്റിസ്റ്റോ മിഡിൽ ഈസ്റ്റോ എന്തുമാവട്ടെ, നമ്മുടെ രാഷ്ട്രം എന്നും ശ്രദ്ധിച്ചിരുന്നത് നന്മയിലാണ്. നമ്മുടെ രാഷ്ട്രം ലോകത്തിനോട് പ്രാർത്ഥിച്ചത് എൻ്റെ മതം, എൻ്റെ പുസ്തകം, എൻ്റെ ചിന്താധാരകൾ, എൻ്റെ ദൈവം, എൻ്റെ ഗുരു, അത് മാത്രം ശരി, അത് മാത്രം നല്ലത്, അത് മാത്രം നിങ്ങൾ സ്വീകരിക്കണം എന്നല്ല. മറിച്ച് നമ്മളുടെ രാഷ്ട്രം എന്നും എല്ലാവരോടും പറഞ്ഞിരുന്നത്, ആരുടെ എല്ലാം പക്കൽ ശരിയായിട്ടുള്ളതുണ്ടോ, അത് ഗുരുക്കന്മാരാണെങ്കിലും ആചാര്യന്മാരാണെങ്കിലും പുസ്തകമാണെങ്കിലും ഈശ്വര സങ്കല്പമാണെങ്കിലും അറിവുകളാണെങ്കിലും ശരിയായിട്ടുള്ളതാണെങ്കിൽ അത് നമ്മളിലേക്ക് വന്നു ചേരണം. ഭാരതീയാഹ സമസ്ത സുഖിനോ ഭവന്തു എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ല. ഹൈന്ദവാഹ സമസ്ത സുഖിനോ ഭവന്തു എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ല. നമ്മൾ ഇന്നും അന്നും എന്നും പ്രാർത്ഥിച്ചത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് തന്നെയാണ്. ഈ വേദത്തിലെ ഒരു മന്ത്രവും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയല്ല. പലരും പറയാറുണ്ട്, ഏതെങ്കിലും പുസ്തകത്തിൽ ഹിന്ദു എന്ന വാക്കുണ്ടോ എന്ന്. ഹിന്ദു എന്ന വാക്ക് പദം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഹിന്ദുക്കൾക്ക് അതൊരു പ്രാധാന്യമുള്ളതേ അല്ല. എന്നാലും വായുപുരാണത്തിലും വിഷ്ണു പുരാണത്തിലും പത്മപുരാണത്തിലുമെല്ലാം ഹിമാലയം സമാരഭ്യ യാവത് ഹിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ എന്ന് പറയും. ഹിമാലയം മുതൽ ഇന്ത്യൻ ഓഷ്യൻ വരെയുള്ള ദേവനിർമ്മിതമായ ദേശത്തെ ഹിന്ദുസ്ഥാനം എന്ന് പറയുന്നു. ആ സിന്ധു പര്യന്തം യസ്യ ഭാരതഭൂമികാഹ മാതൃഭൂഹു പിതൃഭൂശ്ചൈവ സവൈ ഹിന്ദുരിതി സ്മൃതം. സപ്തസിന്ധുക്കൾ മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള ആ രാഷ്ട്രത്തെ ആരാണോ മാതൃഭൂമിയും പിതൃഭൂമിയും, വേണമെങ്കിൽ നമുക്ക് ചേർക്കാം, പുണ്യഭൂമിയും യജ്ഞഭൂമിയും ജ്ഞാനഭൂമിയും കർമ്മഭൂമിയും ദേവഭൂമിയുമായിട്ട് ആരാണോ കണക്കാക്കുന്നത് അവരെയാണ് ഹിന്ദുക്കൾ എന്ന് പറയുന്നത്. അപ്പൊ ആ ഹൈന്ദവ ജനത ഇന്ന് ലോകം രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നു. ഒന്നാമത്തെ മണ്ഡലത്തിലെ 25ാമത്തെ സൂക്തത്തില് 15 മുതൽക്കുള്ളതാണ് നമ്മൾ വായിക്കുക. ഉദാ യോ മാനുഷേഷ്വാം യശശ്ചക്രേ അസാമ്യ അസ്മാകമുദരേഷ്വാം പരാമേയന്തി ധീതാ യോഗാവോ നഗവ്യോതീരനോ ഇച്ഛന്തി ഇരുചക്ഷസം. അല്ലയോ വരുണദേവ, അവിടത്തെ ഞങ്ങൾ ആശ്രയിക്കുന്നു, അവിടത്തെ യോഗ്യതയ്ക്ക് മുമ്പിൽ ഞങ്ങൾ പ്രണമിക്കുന്നു. ഭക്തരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ ധാന്യസമ്പത്ത്, ധനസമ്പത്ത് വർദ്ധിപ്പിക്കുക. അകത്തും പുറത്തും പൊതു നെല്ലറകളിലും പൊതുവേദികളിലും സമ്പൂർണമായി ഒരു ന്യൂനവുമില്ലാതെ ഞങ്ങൾക്ക് ധാന്യം വേണ്ടുവോളം നൽകുക. ആഹാരത്തെ, അന്നത്തെ, കീർത്തിയെ, പ്രശംസനീയമായ കർമ്മത്തെ നിലനിൽക്കത്തക്കതാക്കി തീർക്കുക. എപ്രകാരമാണോ ഗോശാലയെ ലക്ഷ്യമാക്കി തൻ്റെ വാസസ്ഥാനത്തെ ലക്ഷ്യം വെച്ച് അവിടെ എത്താറുള്ള ഇച്ഛയോടുകൂടി ആഗ്രഹിക്കുന്നതോടുകൂടി ഓരോ
പശുവും എരുമയും വന്നു ചേരുന്നത്. പശുക്കളും എരുമകളും അവ താമസിക്കുന്ന ഗോശാലയിലേക്ക് എങ്ങനെയാണോ ഇച്ഛയോടുകൂടി വന്നു ചേരുന്നത്, സ്വന്തമായ നാനാതരത്തിലുള്ള ബുദ്ധിവിശേഷത്തോടു കൂടിയ നാനാതരത്തിലുള്ള ചിന്തകളോടും ചേഷ്ടകളോടും കൂടിയ വിജ്ഞരായ ഭക്തന്മാർ, യോഗ്യരായ സർവരും ദർശിക്കാൻ സാധിക്കുന്ന സർവസാക്ഷിയായ സൂര്യന് തുല്യം ദർശനീയനായ തേജോമയനായ അല്ലയോ വരുണദേവ, അങ്ങയുടെ ധാമത്തിലേക്ക് നടന്നെത്തുന്നു. എങ്ങനെയാണോ പശുക്കളും കന്നുകാലികളും അവയുടെ വാസസ്ഥലത്തിലേക്ക്, ഗോശാലയിലേക്ക്, തൊഴുത്തിലേക്ക് വന്നു ചേരുന്നത്, ആരുടെയും നിർദ്ദേശമില്ലാതെ വന്നു ചേരുന്നത്, അതുപോലെ ഞങ്ങൾ ഭക്തരായ ഞങ്ങൾ ആരുടെയും നിർദ്ദേശമില്ലാതെ അല്ലയോ വരുണദേവ, സൂര്യപ്രകാശവും സൂര്യ ചൈതന്യവുമുള്ള വരുണദേവ, അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ സ്വയം ഇതാ വന്നു ചേരുന്നു. സംനുവോചാവഹൈ പുനര്യതോ മേ മദ്വാഭൃതം ഹോതേ വക്ഷദാസേ പ്രിയം. എന്തുകൊണ്ടാണോ ആചാര്യനും ഞാനും യജ്ഞകർമ്മം ചെയ്യുന്നതിലും ചെയ്യിക്കുന്നതിലും യോഗ്യന്മാരായി തീർന്നവരെ പോലെ, യജ്ഞകർത്താവായ പണ്ഡിതനെ പോലെ രോഗകെടുതികളെയും അജ്ഞാനാന്ധകാരത്തെയും ഇല്ലാതാക്കുന്നതിന്, നശിപ്പിക്കുന്നതിന് അറിവുള്ളവർ ആർജിച്ചതും തൃപ്തിപ്പെടുത്തുന്നതും ഉത്കൃഷ്ടവും അഭിമതവുമായ വിജ്ഞാനാമൃതത്തിന്റെ ശരിയായ ഉപദേശം നിത്യവും അനുഷ്ഠിക്കുന്നത്, ഉൾക്കൊള്ളുന്നത്, അതുകൊണ്ട് എനിക്കും താങ്കൾക്കും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകുന്നു. ഞാനും എൻ്റെ ആചാര്യനും യജ്ഞകർമ്മം നിരന്തരം നിർവഹിക്കുന്നുണ്ട്. ആ യജ്ഞകർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ രോഗകെടുതി ഉണ്ടാകുന്നു, രോഗമില്ലാത്ത അവസ്ഥയുണ്ടാകുന്നു. അജ്ഞാന അന്ധകാരത്തിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു. ആ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അറിവുള്ളവർ ആർജിച്ചതും തൃപ്തിപ്പെടുന്നതും ഉത്കൃഷ്ടവും അഭിമതവുമായ വിജ്ഞാനാമൃതം ഞങ്ങൾക്ക് ഈ യജ്ഞകർമ്മത്തിലൂടെ ലഭിക്കുന്നു. ശരിയായ ഉപദേശം ഞങ്ങൾക്ക് ലഭിക്കുന്നു. നിത്യമായും അനുഷ്ഠിക്കുന്ന ആ കർമ്മത്തിലൂടെ ചൈതന്യം ഞങ്ങൾക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് എനിക്കും അല്ലയോ ജഗദീശ്വര വരുണദേവ, താങ്കൾക്കും ഒരേ തരത്തിലുള്ള ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകുന്നു. ഞങ്ങൾ ഐശ്വര്യത്തിലേക്കും സമൃദ്ധിയിലേക്കും പ്രയാണം ചെയ്യുന്നതിന് വരുണദേവ അവിടെ നിന്ന് അനുഗ്രഹിച്ചാലും. ദർശം നോ വിശ്വദർശതം ദർശം രഥമധീക്ഷമീ ഏതാജൂഷതാം മേ ഗിരാഹ. അത്യന്തം ക്ഷമാശീലത്തിൽ എത്തിച്ചേർന്നവരായി ഞങ്ങൾ ക്ഷമയുള്ളവരായി തീരുന്നു. അറിഞ്ഞും അറിയാതെയും അന്യർ വരുത്തുന്ന കുറ്റങ്ങളും കുറവുകളും സഹിക്കുന്നു. ഫർഗീവ് ആൻഡ് ഫർഗെറ്റ്. അന്യർ വരുത്തുന്ന കുറവുകളും കുറ്റങ്ങളും ഞങ്ങൾ ക്ഷമിക്കുന്നു. അതിനുള്ള ക്ഷമാബലം ഞങ്ങൾക്ക് ലഭിക്കുന്നു. ജ്ഞാനികൾക്ക് മാത്രം കാണാൻ കഴിയുന്ന ഏതൊരു ഈശ്വരനുണ്ടോ അദ്ദേഹത്തെ സമസ്തരും കണ്ടിരിക്കേണ്ട ഏതൊരു ഈശ്വരനുണ്ടോ അദ്ദേഹത്തെ വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. ജ്ഞാനികൾക്ക് മാത്രം കാണാൻ സാധിക്കുന്ന ഈശ്വര ചൈതന്യത്തെ, മറ്റുള്ളവരെ കൂടി കാണേണ്ടതായ ഈശ്വര ചൈതന്യത്തെ ഞങ്ങൾക്ക് അകക്കണ്ണുകൊണ്ട് വീണ്ടും വീണ്ടും കാണാൻ സാധിക്കുന്നു. മനോഹരങ്ങളായ രഥത്തിലൂടെ യാത്ര ചെയ്യുന്ന അനുഭവം ഞങ്ങൾക്ക് ലഭിക്കുന്നു. വീണ്ടും വീണ്ടും പരിശോധിച്ച് യോഗ്യമായ നിലയിൽ ശരിയായ മാർഗത്തിലൂടെ ഞങ്ങൾ ഇതാ നയിക്കപ്പെടുന്നു. എൻ്റെ ഗുരുവിൻ്റെ ശരിയായ തരത്തിലുള്ള ഉപദേശം ഞങ്ങൾക്ക് ലഭിക്കുന്നു. ഉൾക്കൊള്ളുവിൻ, ചെവിക്കൊള്ളുവിൻ, അനുസരിച്ച് പ്രാവർത്തികമാക്കി അതിൽ ആനന്ദിക്കുവിൻ. നന്മ നിറഞ്ഞ അറിവുകൾ ഗുരുവിൽ നിന്ന് നേടി അനുഭൂതിയുടെ തലത്തിൽ ആനന്ദമുള്ളവരായി തീരുവിൻ. ഇമം മേ വരുണ ശ്രോധീഹവമദ്യാജമൃളയാം ത്വാമവസ്യുരാജകേ. വരുണ ഭഗവാനെ, വൈജ്ഞാനിക ശ്രേഷ്ഠ, ഇന്ന് ഞങ്ങൾക്ക് സംരക്ഷണവും വിജ്ഞാനവും ആഗ്രഹിക്കുന്ന അത് നൽകി അനുഗ്രഹിച്ചാലും, സർവദോഷ നിവാരണം ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിച്ചാലും, ഞങ്ങളിതാ വേദമന്ത്രങ്ങളിലൂടെ അങ്ങയെ പ്രശംസിക്കുന്നു, അങ്ങയെ ഉറക്കെ സ്തുതിക്കുന്നു. അവിടുന്ന് എൻ്റെ ഈ യോഗ്യമായ മന്ത്രവിവരണത്തെ, സ്തുതിയെ അഭ്യർത്ഥനയായി സ്വീകരിച്ച് സ്മരണപൂർവകമായ സമർപ്പണം ആഹ്വാനം ചെയ്യുന്ന എന്നെ അനുഗ്രഹിച്ചാലും, ഞങ്ങളുടെ മന്ത്രപൂർവകമായ സമർപ്പണം സ്വീകരിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന ചെവിക്കൊണ്ടാലും, ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ചാലും, ഞങ്ങളുടെ പ്രാർത്ഥന അംഗീകരിച്ചാലും, ഭക്തനായ എന്നെ
സന്തോഷിപ്പിച്ചാലും ഞങ്ങളെ രക്ഷിച്ചാലും ഭൗതികമായ ആധ്യാത്മികമായ വിദ്യാധനം തന്ന് എന്നെ തൃപ്തനാക്കിയാലും ഭൗതികവും ആധ്യാത്മികവുമായ ആനന്ദത്താൽ എന്നെ ആറാടിച്ചാലും ത്വം വിശ്വാസ്യമേ ധിരദിവശ്ചഗ്മശ്ച രാജസിസ യാമാനി പ്രതിശ്രുതി. സർവവിജ്ഞാനത്തിന്റെയും ഉറവിടമായ വിദ്വാനെ, വരുണ ഭഗവാനെ, അവിടത്തെ പോലെയുള്ള ഈശ്വര ചൈതന്യം ഉപരിലോകത്തിന്റെയും പ്രകാശമയമായ അന്തരീക്ഷ ലോകത്തിന്റെയും ഭൂമിയുടെയും സ്വയം പ്രകാശമില്ലാത്ത ഭൂമി, ചന്ദ്രൻ തുടങ്ങിയവയുടെയും മാത്രമല്ല സമസ്ത പ്രപഞ്ചത്തിന്റെയും കാലപ്രഹരം കൊണ്ടുള്ള നാശകാലത്തും പ്രകാശകനായി വിരാജിക്കുന്ന അവിടെ നിന്ന് എല്ലാത്തിനെയും നന്മയിലേക്ക് നയിച്ചാലും പ്രകാശമുള്ളതിനെയും പ്രകാശിക്കാൻ കഴിവുള്ളതിനെയും പ്രകാശമില്ലാത്തതിനെയും പ്രകാശിക്കാൻ കഴിവില്ലാത്തതിനെയും അനുഗ്രഹിച്ചാലും പ്രകാശകനായി വിരാജിക്കുന്ന അപ്രകാരമുള്ള അവിടെ നിന്ന് വരുണ മഹാദേവ ഞങ്ങളുടെ അഭ്യർത്ഥനയെ മാനിച്ച് സൂര്യയെ ഉൾക്കൊണ്ട്, ചൈതന്യത്തെ ഉൾക്കൊണ്ട് ഓരോരുത്തരുടെയും സങ്കടം അവിടെ നിന്ന് കേട്ട്, ഓരോരുത്തരുടെയും ദുഃഖം കേട്ട് അത് പരിഹരിച്ചാലും രക്ഷിക്കാമെന്ന് വാക്ക് മറുപടിയായി ഞങ്ങൾക്ക് നൽകിയാലും ജീവസേ. അജ്ഞാന തിമിരത്തെ വാരണം ചെയ്യുന്ന അല്ലയോ വരുണ ഭഗവാനെ, അവിടുന്ന് ഞങ്ങളുടെ വളരെ കാലത്തെ ജീവിതത്തിനു വേണ്ടി 100 കൊല്ലം ജീവിച്ചിരിക്കാൻ വേണ്ടി, ചിരഞ്ജീവിയാകാൻ വേണ്ടി ഏതൊരു ഭൗതിക തലത്തിലുള്ള കുരുക്ക്, ബുദ്ധിമുട്ടുകള്, തടസ്സങ്ങള്, വിഷമതകളുണ്ടോ, വളരെ കാലം 100 വർഷം ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന, ചിരഞ്ജീവികളെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾക്ക് ആ ജീവിതത്തിന് ഏതെല്ലാം തരത്തിലുള്ള തടസ്സങ്ങളുണ്ടോ അതിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കുക. കൊടുക്കൽ വാങ്ങൽ ഇവയിലൂടെ വന്നു ചേരുന്ന അധമർണ്യങ്ങളും ധനാദി നഷ്ടങ്ങളും, വ്യവസായത്തിലും വ്യവഹാരത്തിലും ഉണ്ടാകുന്ന നഷ്ടങ്ങളും അവയിൽ നിന്നുകൂടി ഞങ്ങളെ മോചിപ്പിക്കുക. നഷ്ടബോധത്തിൽ നിന്നുകൂടി, ബാധ്യതയിൽ നിന്നുകൂടി ഞങ്ങളെ വിമുക്തരാക്കുക. എന്ത് നല്ല പ്രാർത്ഥനയല്ലേ! ഞങ്ങളെ ബാധ്യതയിൽ നിന്ന് കുറേ അധികം കാലം ജീവിക്കാനുള്ള ആ തടസ്സങ്ങൾ നീക്കിത്തരിക. മാത്രമല്ല സമസ്ത പ്രപഞ്ചത്തിന്റെയും പ്രകാശമില്ലാത്തതും ചൈതന്യമില്ലാത്തതുമായ ഓരോ വ്യക്തിയെയും ഗ്രഹത്തെയും പ്രകാശിപ്പിക്കുക. ഇതിൽ എവിടെയെങ്കിലും പോസിറ്റീവ് അല്ലാത്ത ഒരു വാക്ക് നിങ്ങൾ കേട്ടോ? ഇത്രയും നേരം എന്ത് ഗംഭീരമായിട്ടുള്ള വാക്കുകളാണ്! ഈവൻ പെട്ടെന്ന് ദൂരെ മാറി നിന്ന് ശ്രദ്ധയോടുകൂടി കേട്ടാൽ ചിലതൊക്കെ ആവർത്തനമാണെന്ന് തോന്നും, പക്ഷെ ഒന്നും ആവർത്തനമല്ല. എല്ലാം ചെറിയ ചെറിയ വാക്കുകൾ വ്യത്യസ്തമായി ചേർത്ത് പുതിയത് തന്നിരിക്കുകയാണ്. അടുത്ത നമ്മള് 26ാമത്തെ സൂക്തത്തിലേക്ക്. ഇത്രയും നേരം 25ാമത്തെ സൂക്തത്തിലായിരുന്നു. അതിൽ 21 ഋക്കുകൾ വരെ പറഞ്ഞു. 26ാമത്തേൽ കുറച്ചൊന്ന് വായിക്കാം. വസ്ത്രാണ്യൂർജാം പദേ സേമം നോ അധ്വരം യാജാ. ഊർജത്തിന്റെ ഉറവിടമേ, ഭാരതീയ സംസ്കാരം എന്നും ഊർജത്തിന് വേണ്ടി വാദിച്ചതാണ്. എനർജി, എനർജൈസേഷൻ. നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് പോലും ഈശ്വരനെ കാണാനോ പ്രാർത്ഥിക്കാനോ അല്ല, എനർജൈസേഷന് വേണ്ടിയാണ്. ഊർജത്തിന്റെ ഉറവിടമേ, ശരീരികൾക്ക് ഊർജ പ്രദാനം ചെയ്യുന്നവനെ, അന്നാദികളുടെ പാലക, സമസ്ത കാര്യങ്ങളുടെയും പരിപാലക, യജ്ഞകാര്യത്തിന് യോഗ്യനായവനെ, ഹോമിക്കപ്പെട്ട ഹവസിന്റെ ഗുണങ്ങളെ ഉപരിലോകത്തിൽ എത്തിക്കുന്ന വിദ്വാനെ, പഞ്ഞിനൂൽ, കമ്പിളിനൂൽ, പട്ടുനൂൽ മുതലായവ കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങൾ, കിരണവസ്ത്രങ്ങൾ അണിഞ്ഞാലും അവ കൊണ്ട് വിളങ്ങിയാലും. ഈ വസ്ത്രങ്ങളൊക്കെ അന്ന് ഉണ്ടായിരുന്നു. ഇത് വേദം 7000-8000 വർഷങ്ങൾക്ക് മുമ്പ് പഞ്ഞിനൂൽ, കമ്പിളിനൂൽ, പട്ടുനൂൽ മുതലായവ കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങൾ കിരണവസ്ത്രങ്ങൾ പോലെ ചൈതന്യവത്തായത്, അണിഞ്ഞാലും അവ കൊണ്ട് അവിടെ നിന്ന് മഹാദേവ വിളങ്ങിയാലും. അപ്രകാരമുള്ള അഗ്നിദേവനായ അവിടുന്ന്, ഈ സൂക്തം അഗ്നിയെ കുറിച്ചുള്ളതാണ്. അഗ്നിദേവനായ അവിടുന്ന് നിശ്ചയമായും നമ്മുടെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന നിത്യ നൈമിത്തിക കാമ്യരൂപങ്ങളായ യാഗങ്ങളെ, ഞങ്ങളുടെ ഈ യാഗകർമ്മങ്ങളെ, ഗവേഷണ യജ്ഞങ്ങളെ, ഹിംസയില്ലാത്ത സത്കർമ്മങ്ങളെ, മൃഗബലിയില്ലാത്ത സത്കർമ്മങ്ങളെ സാർത്ഥകമാക്കി തീർത്താലും
മംഗളകരമായി പര്യവസതിപ്പിച്ചാലും ഫലം പ്രദാനം ചെയ്യുന്നവയാക്കി തീർത്താലും ഫലം പലപ്പോഴും പറയാറുണ്ട് വേദത്തില് കാളയിറച്ചിയെ കുറിച്ചും ആടിന്റെ ഇറച്ചിയെ കുറിച്ചും പശുവിന്റെ ഇറച്ചിയെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ടെന്ന്. എവിടെയൊക്കെ യാഗം പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ ഹിംസയില്ലാത്ത യജ്ഞകർമ്മം എന്നാ പറഞ്ഞിരിക്കുന്നത്. നീനോഹോ താവരേണ്യം സദായ വിഷ്ടമന്മാഭിഹി അഗ്നേ ദിവിത്മാതാവചാഹ എന്നും യുവത്വത്തിന്റെ സ്വരൂപമായവനെ ഈശ്വരനെ ചൈതന്യത്തിന്റെ പ്രതീകമായിട്ടാ പറയാം. വിജ്ഞാനത്തിടമ്പേ അറിവിന്റെ തിടമ്പായിട്ടുള്ളവനെ, ബലശാലിയായ അഗ്നി തേജസ്സോട് കൂടിയവനെ, ബലമുള്ളവനാണ്. ഈ നമ്മുടെ ദേവതാ സങ്കല്പങ്ങൾ ഒന്നും തന്നെ നെഗറ്റീവ് ക്വാളിറ്റി അല്ല, പോസിറ്റീവ് ക്വാളിറ്റി ഉണ്ടെന്ന് മാത്രമല്ല അത് നിരന്തരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. ആ പോസിറ്റീവ് ക്വാളിറ്റികൾ വിജ്ഞാനത്തിന് ഉള്ള ത്വരയോട് യുക്തമായ, മനനം ചെയ്യാൻ യോഗ്യമായ, ഗുണത്തോടു യുക്തമായ, ബഹുമാനിക്കാൻ യോഗ്യനായ, ശ്രേഷ്ഠനായ, സ്വീകരിക്കാൻ യോഗ്യനായ അല്ലയോ ജഗദീശ്വര അഗ്നിദേവ, അവിടുന്ന് സുഖദാതാവായി ഞങ്ങൾക്ക് ശോഭനമായ പ്രകാശത്തോടു കൂടിയ സുഖദാതാവായി ഞങ്ങൾക്ക് ശോഭനമായ പ്രകാശത്തോടു കൂടിയ അർത്ഥഗർഭമായ വാക്കുകളുടെ പ്രയോഗം നോക്കാം. എന്ത് ഗംഭീര പ്രയോഗമാണ്. ഒന്ന് സുഖദായകനാകണം, ശോഭനമായ പ്രകാശം തരണം, അർത്ഥഗർഭമായ വിജ്ഞാനത്തെ വർദ്ധിപ്പിക്കുന്ന ഉത്തമ ഗുണത്തോടു കൂടിയ വാക്കുകൊണ്ട്. അപ്പൊ വാക്കുകളുടെ വിവരണം നോക്കാം. അർത്ഥഗർഭമായ വാക്ക്, വിജ്ഞാനം പകരുന്ന വാക്ക്, ഉത്തമ ഗുണമായ വാക്കുകൊണ്ട് പ്രശംസിക്കപ്പെടുന്നവനായി അവിടെ നിന്ന് അഗ്നിദേവ വിളങ്ങിയാലും നിറഞ്ഞു നിന്നാലും അവിടെ നിന്ന് ഇരുന്ന് വിശ്രമിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചാലും. ഒരു വരി കൂടി വായിക്കാം. ആഹിഷ്മാസൂനവേ പിതാപിദ്യാവയേ സഖാസഖ്യേവരേണ്യ. അഗ്നിദേവ എപ്രകാരമാണോ പുത്രന്റെ സ്ഥാനത്തുള്ള സാധകനായ എനിക്ക് വേണ്ടി, ഞാൻ അഗ്നിദേവ അങ്ങയുടെ പുത്രന്റെ സ്ഥാനാണ്. ഈശ്വരനെ പിതൃതുല്യനായിട്ട് വേദത്തിൽ കാണാനുള്ള ഒരു വാക്കാണ്. അഗ്നിദേവ എപ്രകാരമാണോ പുത്രന്റെ സ്ഥാനത്തുള്ള സാധകനായ എനിക്ക് വേണ്ടി ശ്രേഷ്ഠനായ അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കുന്ന അവിടെ നിന്ന്, ശ്രേഷ്ഠനായ അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കുന്ന അവിടെ നിന്ന് വരിക്കാൻ യോഗ്യനായ, സ്വീകരിക്കാൻ യോഗ്യനായ അവിടെ നിന്ന് കൂട്ടുകാരൻ അവന്റെ സുഹൃത്തിന് സർവസ്വവും കൊടുക്കുന്നത് പോലെ, സുഹൃത്തിന് സർവസ്വവും കൊടുക്കുന്നത് പോലെ കമ്പാരിസൺ നോക്കുക. ഒരു സുഹൃത്ത്, മിത്രം, സഖാവ് മറ്റുള്ളവന് സർവസ്വവും കൊടുക്കുന്നത് പോലെ യോഗ്യനായവന് ആവശ്യമുള്ളതെല്ലാം കൊടുക്കുന്നത് പോലെ, യോഗ്യനായവന് ആവശ്യമുള്ളതെല്ലാം കൊടുക്കുന്നത് പോലെ, ജ്ഞാനാർത്ഥിക്ക് കൊടുക്കുന്നത് പോലെ, അറിവ് ആഗ്രഹിക്കുന്നവന് അറിവ് കൊടുക്കുന്നത് പോലെ, ബന്ധുവിന് ബന്ധു കൊടുക്കുന്നത് പോലെ നിശ്ചയമായും ഞങ്ങളുടെ അഭീഷ്ടം അവിടെ നിന്ന് തന്ന് അരുളി ഞങ്ങളെ അനുഗ്രഹിച്ചാലും. ആ വരി നല്ല രസമുണ്ടല്ലേ? അച്ഛൻ മകന് കൊടുക്കുന്ന മാതിരി, പര്യജത്യാവയേ സുഹൃത്തിന് കൊടുക്കുന്ന മാതിരി, സഖാസഖ്യേ സഖാവ് സഖാവിന് കൊടുക്കുന്നത് പോലെ, വരേണ്യ ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അവിടെ നിന്ന് തന്ന് അനുഗ്രഹിച്ചാലും. നല്ല രസമുണ്ട് ഈ വരികൾ. ഒരു വരി കൂടി വായിക്കാം. ആനോ ബർഹിരിഷാദാസോവരോ ഓണോ മിത്രോ അൽയമാസീതം തുമാനോഷോ യഥാ. അല്ലയോ മനുഷ്യരെ, എപ്രകാരമാണോ ശത്രുക്കളെ, എപ്രകാരമാണോ രോഗങ്ങളെ നശിപ്പിക്കുന്ന ജഗദീശ്വരനും, ശത്രുക്കളെ നശിപ്പിക്കുന്ന ജഗദീശ്വരനും, സർവജ്ഞനും, സ്വീകരിക്കാൻ യോഗ്യനും, എല്ലാവരുടെയും സുഹൃത്തുമായ സൂര്യദേവനും, ന്യായദേവനും, ആര്യമാവായിട്ടുള്ള വരുണദേവനും, മനു പ്രജാപതിയും, വിദ്യാധനത്തോടു കൂടിയ മനുഷ്യനും, നമ്മുടെ സുഖം പ്രദാനം ചെയ്യുന്ന ഇരിപ്പിടത്തിൽ, യാജ്ഞിക കാര്യത്തിൽ, ഗവേഷണ കർമ്മത്തിൽ അഗ്നിയുടെ പ്രേരണ മൂലം പങ്കുകൊള്ളുന്നു. അവരെല്ലാം ഇതാ യജ്ഞശാലയിലേക്ക് വന്നിരിക്കുന്നു. അപ്രകാരം അല്ലയോ മനുഷ്യരെ, നിങ്ങളും യജ്ഞ ഗവേഷണ കാര്യങ്ങളിൽ പങ്കുകൊള്ളുവാനായിട്ട് വരിക. അതിനുവേണ്ടി ഇതാ ഞങ്ങൾ നിങ്ങളെ സ്വീകരിക്കുന്നു. നിങ്ങൾ അതിനുവേണ്ടി വന്നിരിക്കുവിൻ. മനുഷ്യരോടുള്ള അഭ്യർത്ഥനയാണ്.
അല്ല ഗംഭീര വരികളല്ലേ. സാധാരണ വേദം എന്നൊക്കെ പറഞ്ഞാൽ സവർണരുടെ വരേണ്യവർഗത്തിന്റെ എന്നൊക്കെ പറയുന്നതില് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം. ഒരു 10,000 പേർക്കെങ്കിലും ഇതുമാതിരിയുള്ള വേദ സന്ദേശങ്ങൾ എത്തിക്കാൻ സാധിച്ചാല് നമ്മുടെ ജീവിതത്തില് മലയാളികൾക്ക് ഈ വേദത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളെങ്കിലും ഒന്ന് മാറിക്കിട്ടും. എല്ലാവരും മാറുന്നുണ്ട്, നല്ലോണം മാറും. അതിന് നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഗംഗാതീർത്ഥം കൊടുക്കലാണ്. രാവിലെ ഈ 7:15 മുതൽക്ക് ഒരു 10-20 മിനിറ്റ് വേദത്തെക്കുറിച്ചുള്ള ഏകദേശം ഒരു അറിവുണ്ടാക്കാം. എത്ര പേരിൽ എത്തിക്കാൻ നിങ്ങൾക്ക് നമുക്കും സാധിക്കും അത്രയും ചെയ്യട്ടെ. വേറെ ഒറ്റ ലക്ഷ്യമുള്ളൂ, നമ്മുടെ രാഷ്ട്രം, നമ്മുടെ സംസ്കാരം, നമ്മുടെ പൈതൃകം ലോകം 2 കൈ നീട്ടി സ്വീകരിക്കുമ്പോൾ നമുക്ക് കത്തിക്കാൻ സാധിക്കുന്ന ഒരു വിളക്ക് അക്കൂട്ടത്തിൽ കത്തിക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.